ഗുഡൻ ടാഗ് ഫ്ലീ കരിയർ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അനഘ ജോസ്. ജർമ്മനിയിലെ പെൻഷൻ സംവിധാനത്തിന് ഭാവിയിൽ വലിയ സാമ്പത്തിക സമ്മർദ്ദം. ജർമ്മനിയിലെ പെൻഷൻ സംവിധാനം വരും വർഷങ്ങളിൽ ഗുരുതര വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ടെന്ന് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ജർമ്മനിയിൽ നിലവിലുള്ള സംവിധാന പ്രകാരം ജോലി ചെയ്യുന്നവർ നൽകുന്ന സാമൂഹ്യ സുരക്ഷാ സംഭാവനകളാണ് വിരമിച്ചവർക്ക് പെൻഷനായി നൽകുന്നത്. എന്നാൽ രാജ്യത്ത് ജനസംഖ്യയുടെ ഗണന വേഗത്തിൽ മാറുകയാണ്. ജനനിരക്ക് കുറയുകയും ശരാശരി ആയുസ് വർദ്ധിക്കുകയും ചെയ്യുന്നതിനാൽ വയോധികരുടെ എണ്ണം തുടർച്ചയായി ഉയരുകയാണ്. നിലവിൽ ഒരു പെൻഷൻകാരനെ പിന്തുണയ്ക്കാൻ ഏകദേശം 2.5 തൊഴിലാളികൾ ഉണ്ടെങ്കിലും അടുത്ത 11 വർഷത്തിനുള്ളിൽ ഈ അനുപാതം ഗണ്യമായി കുറയുമെന്ന് വിദഗ്ധർ പറയുന്നു. അതായത് പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അതിനായി സംഭാവന നൽകുന്ന തൊഴിലാളികളുടെ എണ്ണം കുറയും. കഴിഞ്ഞ വർഷം മാത്രം ജർമ്മനി പെൻഷൻ ചെലവിനായി 100 കണക്കിന് ബില്യൺ യൂറോ ചെലവഴിച്ചു. ഈ ചെലവ് ഭാവിയിൽ ഇനിയും വർദ്ധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഈ സാഹചര്യത്തിൽ പെൻഷൻ ലഭിക്കുന്ന പ്രായം ഉയർത്തുക, കൂടുതൽ വിദേശ തൊഴിലാളികളെ രാജ്യത്തേക്ക് ആകർഷിക്കുക, അല്ലെങ്കിൽ സംഭാവന നിരക്ക് വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിവിധ നിർദ്ദേശങ്ങൾ സർക്കാർ പരിഗണിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം മാറ്റങ്ങൾ രാഷ്ട്രീയപരമായും സാമൂഹികമായും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കാരണം ഈ തീരുമാനം കോടിക്കണക്കിന് തൊഴിലാളികളെയും പെൻഷൻകാരെയും നേരിട്ട് ബാധിക്കും. ട്രെയിൻ വൈകൽ കുറയ്ക്കാൻ കൂടുതൽ ധനസഹായം ആവശ്യപ്പെട്ട് ഡോയ്ഷ് ബാൻ. ജർമ്മനിയിലെ ദേശീയ റെയിൽവേ കമ്പനിയായ ഡോയ്ഷ് ബാൻ രാജ്യത്തെ റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനായി കൂടുതൽ ധനസഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജർമ്മനിയിലെ ട്രെയിൻ സർവീസുകൾ നിരന്തരം വൈകുന്നതിനെ കുറിച്ച് യാത്രക്കാരിൽ നിന്ന് വലിയ പരാതികൾ ഉയരുന്നുണ്ട്. പ്രധാനമായും പഴകിയ ട്രാക്കുകൾ, പഴയ സിഗ്നൽ സംവിധാനങ്ങൾ, കൂടാതെ വർദ്ധിച്ചു വരുന്ന യാത്രക്കാരുടെയും ചരക്ക് ട്രെയിനുകളുടെയും എണ്ണം എന്നിവയാണ് പ്രശ്നത്തിന് കാരണം. റെയിൽവേ അധികൃതർ പറയുന്നതനുസരിച്ച് 2030 വരെ പ്രധാന ട്രാക്കുകൾ പുതുക്കാനും പുതിയ ഡിജിറ്റൽ സിഗ്നൽ സംവിധാനങ്ങൾ സ്ഥാപിക്കാനും അധികമായി 13 ബില്യൺ യൂറോ ആവശ്യമാണ്. ഇതിനകം തന്നെ നിരവധി പ്രധാന റെയിൽവേ പാതകളിൽ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട്. ചില ഭാഗങ്ങളിൽ മാസങ്ങളോളം ട്രെയിൻ ഗതാഗതം ഭാഗികമായി നിയന്ത്രിക്കേണ്ട സാഹചര്യവുമുണ്ട്. റെയിൽവേ ശൃംഖല നവീകരിക്കുന്നതിന് പൂർത്തിയായാൽ ട്രെയിനുകൾ കൂടുതൽ കൃത്യസമയത്ത് ഓടാനും യാത്രാ സമയം കുറയാനും സുരക്ഷ വർദ്ധിക്കാനും സഹായിക്കുമെന്ന് അധികൃതർ പറയുന്നു. കാലാവസ്ഥാ മാറ്റം നേരിടുന്നതിനുള്ള പദ്ധതികളുടെ ഭാഗമായും കൂടുതൽ ആളുകളെ സ്വകാര്യ വാഹനങ്ങളിൽ നിന്ന് പൊതുഗതാഗതത്തിലേക്ക് ആകർഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായും ഈ നിക്ഷേപങ്ങൾ പ്രധാനമാണെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. കാലാവസ്ഥാ മാറ്റം നേരിടുന്നതിനുള്ള പദ്ധതികളുടെ ഭാഗമായും കൂടുതൽ ആളുകളെ സ്വകാര്യ വാഹനങ്ങളിൽ നിന്ന് പൊതുഗതാഗതത്തിലേക്ക് ആകർഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായും ഈ നിക്ഷേപങ്ങൾ പ്രധാനമാണെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. ഇന്ധനവില നിയന്ത്രിക്കുന്നതിനായി സർക്കാർ നൽകിയിരിക്കുന്ന പ്രത്യേക നികുതി ഇളവ് ജൂൺ അവസാനത്തോടെ അവസാനിക്കുകയാണ്. ഇതോടെ ജൂലൈ 1 മുതൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വീണ്ടും ഉയരാൻ സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. അന്താരാഷ്ട്ര എണ്ണവിലയിലെ മാറ്റങ്ങളും ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇന്ധനവിലയെ സ്വാധീനിക്കുന്നുണ്ട്. അതിനാൽ വിലക്കിഴിവ് അവസാനിച്ചതിനു ശേഷം കസ്റ്റമേഴ്സിന് കൂടുതൽ സാമ്പത്തിക ഭാരം നേരിടേണ്ടി വരാമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. പ്രത്യേകിച്ച് ദിവസേന വാഹനം ഓടിച്ച് ജോലിക്ക് പോകുന്നവർക്കും ദീർഘദൂര യാത്രകൾ നടക്കുന്നവർക്കും ഈ മാറ്റം കൂടുതൽ ബാധകമായിരിക്കും. അവധിക്കാലം ആരംഭിക്കുന്ന സമയത്താണ് ഈ മാറ്റം വരുന്നത്. അതിനാൽ നിരവധി കുടുംബങ്ങളുടെ യാത്രാ ചെലവും വർദ്ധിക്കാൻ സാധ്യതയുമുണ്ട്. അതേസമയം ഇന്ധനവില വളരെ വേഗത്തിൽ ഉയരുന്ന സാഹചര്യം ഉണ്ടായാൽ സർക്കാർ വിപണി സ്ഥിതി നിരീക്ഷിക്കുകയും ആവശ്യമായാൽ പുതിയ സഹായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് ബന്ധപ്പെട്ട മന്ത്രാലയം അറിയിച്ചു. പ്രതിരോധ വ്യവസായത്തിൽ വൻ വളർച്ച, ആയിരക്കണക്കിന് പുതിയ ജോലികൾ. ജർമ്മനിയിലെ പ്രതിരോധ മേഖല ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന ഘട്ടങ്ങളിൽ ഒന്നിലേക്ക് കടക്കുകയാണ്. യൂറോപ്പിലെ സുരക്ഷാ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജർമ്മനി പ്രതിരോധ രംഗത്ത് വലിയ നിക്ഷേപങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പുതിയ സൈനിക ഉപകരണങ്ങൾ, ഡ്രോണുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാർ സാങ്കേതിക വിദ്യകൾ, കൃത്രിമ ബുദ്ധി അടിസ്ഥാനമാക്കിയ സംവിധാനങ്ങൾ എന്നിവ വികസിപ്പിക്കുകയാണ്. രാജ്യത്തെ പ്രമുഖ പ്രതിരോധ കമ്പനികളായ റൈൻ മെറ്റാൽ, ഹെൻസോൾട്ട്, ഹെൽസിംഗ്, ക്വാണ്ടം സിസ്റ്റം തുടങ്ങിയ സ്ഥാപനങ്ങൾ ഉൽപാദനം വർദ്ധിപ്പിക്കാനും ഗവേഷണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും ഒരുങ്ങുകയാണ്.
ഇതിനായി ആയിരക്കണക്കിന് പുതിയ ജീവനക്കാരെ നിയമിക്കുമെന്ന് കമ്പനികൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. പ്രത്യേകിച്ച് IT, സോഫ്റ്റ്വെയർ വികസനം, സൈബർ സുരക്ഷ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ വിദഗ്ധർക്കാണ് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുക. ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് പൂർത്തിയാക്കുന്ന യുവാക്കൾക്കും എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ മേഖല ഭാവിയിൽ മികച്ച തൊഴിൽ സാധ്യതകൾ നൽകുമെന്നാണ് വിലയിരുത്തൽ. ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിലെ ടെർമിനൽ 2 വർഷത്തോളം അടച്ചിടും. ജർമ്മനിയിലെ ഏറ്റവും വലിയതും യൂറോപ്പിലെ ഏറ്റവും തിരക്കേറിയതുമായ വിമാനത്താവളങ്ങളിൽ ഒന്നായ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ വലിയ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വിമാനത്താവളത്തിലെ ടെർമിനൽ 2 ഔദ്യോഗികമായി അടച്ചിരിക്കുകയാണ്. ഏകദേശം 3 പതിറ്റാണ്ട് പഴക്കമുള്ള ഈ ടെർമിനൽ പൂർണ്ണമായും നവീകരിച്ച് കൂടുതൽ ആധുനികമാക്കുകയാണ് ലക്ഷ്യം. പുതിയ സുരക്ഷാ സംവിധാനങ്ങൾ, മെച്ചപ്പെട്ട യാത്രക്കാരുടെ സൗകര്യങ്ങൾ, കൂടുതൽ ഊർജ്ജക്ഷമമായ സാങ്കേതിക വിദ്യകൾ, വേഗത്തിലുള്ള ബാഗേജ് കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങൾ എന്നിവ സ്ഥാപിക്കാനാണ് പദ്ധതി. ഈ വലിയ പദ്ധതിക്കായി ഏകദേശം 1.5 ബില്യൺ യൂറോ ചെലവാക്കുമെന്നാണ് വിമാനത്താവള അധികൃതർ അറിയിക്കുന്നത്. ടെർമിനൽ 2 അടച്ചതിനാൽ നിരവധി വിമാന സർവീസുകൾ പുതിയ ടെർമിനൽ 3ലേക്കോ 1ലേക്കോ മാറ്റിയിട്ടുണ്ട്. അതിനാൽ യാത്രക്കാർ യാത്രയ്ക്ക് മുൻപ് തങ്ങളുടെ വിമാനത്തിന്റെ ടെർമിനൽ വിവരങ്ങൾ പരിശോധിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാൻ വർഷങ്ങൾ എടുക്കുമെങ്കിലും ഭാവിയിൽ കൂടുതൽ യാത്രക്കാരെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ ഈ മാറ്റങ്ങൾ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. കൂടുതൽ ജർമ്മൻ വാർത്തകളുമായി വീണ്ടും കാണാം. auf Wiedersehen. Tschüss.